ഇന്നത്തെ ദിവസം പത്രം വായിക്കുമ്പോഴത്തേനും മുഖ്യമന്ത്രിയെ ആര് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് വാർത്ത വായിക്കാൻ പറ്റുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചാണ് ഇന്നലെ പ്രസ് സ്റ്റോപ്പിൽ നിന്ന് സുചന്ദ്രൻ മടങ്ങിയത്. ഇന്ന് അതേ പുഞ്ചിരിയോടുകൂടി സുചന്ദ്രൻ നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് സുജിത് ചന്ദ്രൻ. ഗുഡ് മോർണിംഗ് സേതു. വാർത്ത ഇന്നലത്തെ വലുതെന്താണെന്ന് നമ്മൾ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ആ വാർത്ത എങ്ങനെ വിവിധ പത്രങ്ങൾ പറയുന്നു, സമീപിക്കുന്നു, അതിനെ ലേഔട്ട് ചെയ്തിരിക്കുന്നു എന്നതിലെ കൗതുകമാണ് പൂർണ്ണമായിട്ടും നമ്മളിന്നുള്ളത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ വാർത്ത ഈ ഓഫീസിൽ വന്ന എല്ലാ പത്രവും, സാധാരണ നമ്മൾ ചില പത്രങ്ങളൊക്കെ അന്ന് വലിയൊരു പ്രാധാന്യം അതിൽ കണ്ടില്ലെങ്കിൽ അന്നത്തേക്ക് മാറ്റി മറ്റൊരു ദിവസമൊക്കെ എടുക്കാറുണ്ട്, ഏറ്റവും മുഖ്യധാര പത്രങ്ങൾ ഒഴിച്ച്. പക്ഷേ ഇന്ന് ഞാൻ എല്ലാ പത്രവും എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വാർത്ത ഈ എല്ലാ പത്രവും കൈകാര്യം ചെയ്തതെന്ന് മാത്രമാണ് പ്രസ് സ്റ്റോപ്പിൽ നിന്ന് മുഴുവൻ സമയവും പരിശോധിക്കുന്നത്. മാതൃഭൂമിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ജനകീയ വി.ഡി. തലക്കെട്ടുകളുടെ പ്രത്യേകത, അതിലെ ക്രിയാത്മകത, അതിനെ പേജ് ലേഔട്ട് ചെയ്ത് വിരിച്ചിട്ടിരിക്കുന്ന രീതിയൊക്കെ മാത്രമാണ് പറയാൻ ശ്രമിക്കുന്നത്. ജനകീയ വി.ഡി. എന്നാണ് പറയുന്നത്. ജനകീയ വി.ഡി. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പണ്ട് പിണറായി വിജയൻ വന്നപ്പോൾ എന്തായിരുന്നു, മിന്നൽ പിണറായി, അത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്ന സമയത്ത്, പിന്നെ വിജയ് സൂപ്പർ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത്, അതൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കാൻ കാരണം അന്നത്തെ പത്രങ്ങൾ അതിനെ സമീപിച്ച രീതിയും ഒക്കെ കൊണ്ടാണ്. നോക്കൂ, കാണാമല്ലോ ടി വി സ്ക്രീനിൽ ആ വി.ഡി. സതീശൻ്റെ രേഖാചിത്രം. ത്രിവർണ്ണ നിറമുള്ള അരികുകളുള്ള അല്ലെങ്കിൽ ബോർഡറുള്ള ആ ടവൽ പുതച്ച കസേരയിൽ ഇരിക്കുന്ന വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി, അതൊരു രേഖാചിത്രമാണ്. AI ചിത്രമൊക്കെയാണ്. ചുറ്റും ജനങ്ങൾ ആഹ്ലാദിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആഘോഷിക്കുന്നതിൻ്റെ ചുറ്റുപാടും അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് ജനത. കേരളത്തിൻ്റെ 24ാം മുഖ്യമന്ത്രി, സതീശനെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ജനകീയ വി.ഡി. എന്നാണ് അവർ നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഉള്ളിലേക്ക് പോയാൽ 2 പേജ് ഒന്നിച്ച് ചേർത്തിട്ടാണ് മാതൃഭൂമി, രണ്ടാമത്തെയും മൂന്നാമത്തെയും പേജുകൾ ചേർത്തിട്ടതാണ് സ്ക്രീനിൽ കാണുന്നത്. ജനവികാരം ജയിച്ചു, നാടകാന്തം സതീശായനം. ജനവികാരം ജയിച്ചു നാടകാന്തമെന്നും കേരളത്തിൽ ഇനി സതീശായനം എന്നും അത് പിരിച്ചു വായിക്കുകയും ചെയ്യാം. പൂർണ്ണ മന്ത്രിസഭ തന്നെ വരും. VDS എന്ന് അതൊരുപാട് പത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, VDS എന്നുള്ളത്. 5 MLA-മാർക്ക് 1 മന്ത്രി വീതമായിരിക്കും ഉണ്ടാവുക. നിയമസഭയിലെ അംഗബലത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. UDF 102, LDF 35, NDA 3. പിന്നെ ചെന്നിത്തല എൻ്റെ പ്രിയങ്കരനായ നേതാവ് എന്നും മറ്റും അദ്ദേഹം പറയുന്നതുമൊക്കെ വിശദവായനയ്ക്കുണ്ട്. വഴങ്ങാതെ ചെന്നിത്തല മന്ത്രിസഭയിലേക്കില്ല, നമുക്കറിയാം. പിണറായി വിജയൻ ചെറിയ വാർത്തയായി താഴെ പോയിരിക്കുന്നു. പിണറായി പ്രതിപക്ഷ നേതാവ്, ആ തീരുമാനവും ഇന്നലെ ഉണ്ടായി. ഒരുപക്ഷെ പിണറായി ആയിരുന്നു വരുന്നതെങ്കിൽ ഈ വിശേഷണങ്ങളൊക്കെ മറ്റൊരു രൂപത്തിൽ നമ്മൾ വായിച്ചേനെ. പക്ഷേ ഇന്ന് വി.ഡി.യുടെ ദിവസം, കോൺഗ്രസിൻ്റെ ദിവസം, അതുകൊണ്ട് ആഘോഷിച്ച് ആ വാർത്തയെ തന്നെ വിശദമായി കൊടുത്തിരിക്കുകയാണ്. വിജയ ദിവസം ഒറ്റയ്ക്ക് വന്ന നായകൻ എന്ന് ഉൾപേജിൽ, അങ്ങനെ എഡിറ്റ് പേജിലും പൂർണ്ണമായിട്ട് വി.ഡിക്ക് കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ വിജയ ദിവസം എന്നുള്ളതിനെ വി.ഡി. എന്ന് പിരിച്ചെഴുതിയിരിക്കുന്നു. ഇന്നലെ രാവിലെ നടന്ന സമയ രേഖയുടെ ആ ഒരു ടൈം ലൈനുണ്ട്. 9 മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയായ 10 രാജാജി മാർഗിലും രാജീവ് ഗാന്ധിയുടെ വസതിയായ സുനേരി ബാഗഞ്ചിലും ദേശീയ മലയാളി മാധ്യമ പ്രവർത്തകരുടെ സംഘം. അങ്ങനെ 9:20, 11:30, 11:35 അവസാനം 12 ഉച്ചയ്ക്ക് AICC ആസ്ഥാനത്തെ വാർത്താ സമ്മേളനമടക്കമുള്ള സമയരേഖ. പിന്നെ എല്ലാ പത്രങ്ങളും, ഇന്നത്തെ ഒട്ടുമിക്ക പത്രങ്ങളും അവരുടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നതിനെക്കുറിച്ചാണ്. മലയാളം പത്രങ്ങൾ സ്വയം തണലാവാൻ വിധിക്കപ്പെട്ടയാൾ, അങ്ങനെ പോകുന്നു. അങ്ങാണ് മുഖ്യമന്ത്രി, ഭാര്യയോട് പോലും പറയരുത് എന്ന ഇതിനുള്ളിലെ കൗതുക വാർത്തകൾ കണ്ടെത്താൻ പത്രങ്ങൾ ശ്രമിച്ചതാണ്. ഭാര്യയോട് പോലും പറയരുതെന്ന് പറഞ്ഞാൽ ഇത് അറിയിച്ചതെന്ന് പറയുന്നു. മനോരമയും മാതൃഭൂമിയും തമ്മിൽ ഇക്കാര്യത്തിലൊക്കെ തലക്കെട്ടിൻ്റെ കാര്യത്തിൽ ആരോഗ്യകരമായ മത്സരമുള്ളത് നമുക്കറിയാം. മനോരമ വിടിമിന്നൽ എന്നാണ് പറയുന്നത്. വിടിമിന്നൽ എന്ന 1ാമത്തെ പേജിൽ. ബാക്കിയെല്ലാം അത് തന്നെ. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഴുവൻ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ. പേജ് നോക്കൂ, എങ്ങനെയാണ് മനോരമ അതിനെ ജനങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ട് വി.ഡി. സതീശൻ്റെ ഒരു ഛായാചിത്രം, ഒരു രേഖാചിത്രമല്ല ഛായാചിത്രം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു പെയിൻറ്റിങ് മാതിരി. അതും AI ചിത്രം തന്നെയാണെന്നാണ് തോന്നുന്നത്. അല്ല, ഡിസൈൻ ചെയ്തെടുത്താണ്. മനോരമയുടെ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തെടുത്ത ചിത്രമാണ്. ഉള്ളിൽ ജനകമാൻഡ് എന്നെടുത്തത്. ഹൈക്കമാൻഡിനും മീതെ നിൽക്കുന്ന ജനകമാൻഡ് എന്നാണ് അടുത്ത പ്രധാന പേജിൽ തന്നെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഒടുവിൽ കോൺഗ്രസ് ചെവിക്കൊണ്ടു. വി.ഡി. സതീശൻ്റെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായത് ജനകീയ വികാരവും മുതിർന്ന നേതാക്കളുടെ നിലപാടും എന്ന് തുടങ്ങി അതിൻ്റെ വിശദാംശങ്ങൾ ഉടക്കി നിൽക്കുന്ന KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പറഞ്ഞ ഇന്നലെ അവരുടെ പ്രതികരണങ്ങൾ വലതുവശത്തായി കാണിച്ചിരിക്കുന്നു. ജനഭാവനയിലെ ഒറ്റ നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് 6ാം പേജിൽ എല്ലാ വി.ഡി. യൂണിവേഴ്സ് 360 ഡിഗ്രി സതീശൻ
മയമാണ് പത്രം. ജനഭാവനയിലെ ഒറ്റ നക്ഷത്രം എന്ന് പറഞ്ഞ നടുപ്പേജിൽ മറ്റൊരു വാർത്ത. സതീശൻ വരുമ്പോൾ വഴിമാറും ശീലങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വി ഡി സതീശനോട് എ കെ ആൻ്റണി എൻ്റെ അനുഭവം ഉണ്ടാകരുതെന്ന് ഉപദേശം. തനിക്ക് വലിയ വിജയം നേടിയ 2001 തനിക്ക് വേണ്ടി ആർപ്പ് വിളിച്ചവരെല്ലാം പിന്നീട് തിരിഞ്ഞതുപോലെയുള്ള സാഹചര്യം വി ഡി സതീശൻ ഉണ്ടാകരുതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആൻ്റണി കൊടുത്ത ഉപദേശവും അതിലുണ്ട്. വീക്ഷണത്തിൻ്റെ 1-ാം പേജിൽ ഒരു വലിയ പരസ്യമാണ്. അതും വി ഡി സതീശനെ കുറിച്ച് തന്നെയാണ്. വാർത്തയെന്ന് നമ്മൾ കരുതും, പക്ഷേ വാർത്ത ഉള്ളിലാണ്. പുതുയുഗ നായകൻ വി ഡിക്ക് ആശംസകളുമായിട്ടുള്ള പരസ്യമാണ് കേട്ടോ പുറത്ത്. പുതുയുഗ നായകൻ എന്നാണ് കോൺഗ്രസ് മുഖപത്രം കൊടുത്തിരിക്കുന്നത്. വി ഡി നയിക്കും എന്ന് പറയുന്നു. കേരളം ജയിക്കും. കേരളത്തിൽ മനുഷ്യരുടെ മുഖങ്ങൾ ചേർത്തിട്ട് ഒരു കേരളത്തിൻ്റെ മാപ്പ്, അതിൻ്റെ നടുവിൽ വിജയചിഹ്നവുമായി നടന്നു പോകുന്ന വി ഡി സതീശനാണ് വീക്ഷണത്തിൽ കൊടുത്തിരിക്കുന്നത്. വീക്ഷണത്തിൻ്റെ 3-ാം പേജിൽ ജനനായകനിൽ നിന്ന് ജനവിധിയുടെ നായകനിലേക്ക്, തിരുത്തൽ ശക്തിയിൽ നിന്ന് ജനനായകനിലേക്ക്, 3ആയിട്ടാണ്. തിരുത്തൽ ശക്തിയിൽ നിന്ന് ജനനായകനിലേക്ക്, ക്രമമായിട്ടത് വായിക്കണം. ജനനായകനിൽ നിന്ന് ജനവിധിയുടെ നായകനിലേക്ക്, ഒടുവിൽ കൻ്റോൺമെൻറ്റ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് എന്ന് തുടങ്ങുന്ന സതീശൻ്റെ രാഷ്ട്രീയ യാത്ര വിശദമായി വീക്ഷണത്തിൽ കൊടുത്തിരിക്കുന്നു. വീക്ഷണത്തിൻ്റെ 6-ാം പേജിൽ വിഷണറി ഡിസൈനർ എന്നാണ് വി ഡി സതീശൻ. വെരി ഡിസർവിങ് വിഷണറി ഡിസൈനർ എന്നിങ്ങനെയൊക്കെ വി ഡിയുടെ പേരിനെ പിരിച്ചെഴുതുന്നുണ്ട് പലരും. മാധ്യമത്തിലേക്ക് വന്നാൽ വി ഡി സതീശൻ കേരളത്തിൻ്റെ ജനവിധി എന്നുള്ളത് ജനവിധി എന്നാക്കിയിരിക്കുകയാണ്. ആളുകൾ ജനക്കൂട്ടം എടുത്തുയർത്തുന്ന വി ഡി സതീശൻ്റെ കാരിക്കേച്ചറാണ് മുന്നിൽ. ജനവികാരവും ഘടകകക്ഷികളുടെയും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും മാനിച്ച് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന മാധ്യമം. ഉള്ളിൽ വി ഡി എസ് അല്ലാതെ മറ്റാര് എന്ന് ചോദിച്ചിരിക്കുന്നു മാധ്യമം. സമയം 11:55. പ്രതിപക്ഷ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് പിന്നിട്ട് 8 മിനിറ്റ് ദൂരം മാത്രം. പ്രഖ്യാപനം വന്നതോടെ ആരവങ്ങൾ അണപൊട്ടി എന്ന് പറയുന്നു മാധ്യമം. ഇനി ചന്ദ്രികയിലേക്ക് വന്നാൽ ചന്ദ്രികയിൽ മുഴുപ്പേജ് വി ഡി സതീശൻ്റെ വലിയ കട്ടൗട്ട് മാതിരിയുള്ള ഒരു പടമാണ് വെച്ചിരിക്കുന്നത്. നോക്കൂ, ജനനായകൻ എന്ന ഒറ്റ വരിയിലാണ് ചന്ദ്രിക അത് നൽകിയിരിക്കുന്നത്. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. 2-ാം പേജിൽ വി ഡി എസ് ഇംഗ്ലീഷിലാണ് കേട്ടോ ഇപ്പോൾ വരും. അത് കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രി 13ാമതാണോ 24ാമതാണോ ഇന്നത്തെ പല പത്രങ്ങളും വായിക്കുന്നവർക്ക് കൺഫ്യൂഷൻ തോന്നും. 13ാമത്തെ ആളും 24ാമത്തെ ഒരാൾ 2-3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടല്ലോ. നായനാരും ആൻ്റണിയും കരുണാകരനും ഒക്കെ, ഉമ്മൻചാണ്ടിയും ഒക്കെ. അപ്പോൾ അതാണ് വി ഡി എസ്. മംഗളത്തിലേക്ക് വന്നാൽ മറ്റാര് എന്നൊറ്റ ചോദ്യമാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി, മറ്റാര് എന്ന് മാത്രം ചോദിക്കുന്നു മംഗളം. മംഗളത്തിൻ്റെ 3-ാം പേജിൽ നിറയെ എല്ലാ വി ഡി സതീശൻ പഠിച്ചത്, തുടർന്നത്, കോളേജ് കാലം, ക്യാമ്പസ് രാഷ്ട്രീയം എല്ലാമുണ്ട്. സർവം സതീശൻ എന്നാണ് മറ്റൊരു വാർത്ത. ഇനി കേരളകൗമുദിയിലേക്ക് വന്നാൽ ഒന്നാമൻ എന്ന് മാത്രം കേരളകൗമുദി കൊടുക്കുന്നു. ഒന്നാമൻ എന്നാണ് കേരളകൗമുദിയുടെ വാർത്ത. ദേശാഭിമാനി കൗതുകരമാണിന്ന്. ഒടുക്കം സതീശൻ, അത് ഇത്തിരി കടന്ന തലക്കെട്ടായി പോയോ, അവസാനം സതീശനിലേക്ക് എത്തിയെന്ന് വായിക്കാമെങ്കിലും അതിൽ വായിക്കുമ്പോൾ ഒരു കുത്തുപോലെയുണ്ട്. പിണറായി പ്രതിപക്ഷ നേതാവ് അതിൻ്റെ സൈഡിൽ ആ വാർത്ത പ്രാധാന്യത്തോടെ ദേശാഭിമാനി സ്വാഭാവികമായും നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയുടെ ഉൾപേജിലേക്ക് പോയാൽ അതും കൂടെ ഞാൻ ഒഴിഞ്ഞു കൊടുക്കാം, അതായത് AICC ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നത്, അതടക്കം ഉള്ള വാർത്തകൾ ഉള്ളിലുണ്ട്. സിറാജിലേക്ക് വന്നാൽ അവസാന ലാപ്പിൽ വി ഡി വിസ്മയം എന്നാണ് സിറാജിൻ്റെ തലക്കെട്ട്. സുപ്രഭാതത്തിൻ്റെ ഇന്നത്തെ പേജ് കാണാൻ നല്ല ഭംഗിയുണ്ട്. വി ഡി കേരള കമാൻഡ് എന്ന് മഞ്ഞ നിറത്തിലാണ് ഇന്ന് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ആ പേജ് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. വി ഡി സതീശൻ ഈ ഒരു വാർത്തയെ പല പത്രങ്ങൾ എങ്ങനെ സമീപിച്ചു എന്നുള്ളത് മാത്രമാണ്. ജന്മഭൂമിയുടെ തലക്കെട്ടും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വ്യത്യാസം കൊണ്ട് കൗതുകരമാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി, മുസ്ലിം ലീഗ് പിടിമുറുക്കി, ചെന്നിത്തലയ്ക്ക് അതൃപ്തി, ഇത് ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ജന്മഭൂമി. ജനയുഗത്തിലും സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രി. CPയുടെ മുഖപത്രമായതുകൊണ്ട് നേരെ പറഞ്ഞങ്ങ് പോകുന്നതല്ലാതെ വലിയ വാക്കുകളിലേക്കും വിശേഷണങ്ങളിലേക്കും അഡ്ജക്റ്റീവ്സിലൊന്നും അവർ പോവില്ലല്ലോ. ദീപിക, നായകൻ പടനയിച്ചവന് പട്ടാഭിഷേകം. കോൺഗ്രസ് ഫ്ലെക്സുകളിൽ ഉയർന്നു കേട്ട അതേ വാചകം തന്നെ ദീപിക കടമെടുത്തിരിക്കുന്നു. മെട്രോ വാർത്തയിലേക്ക് വന്നാൽ പലയിടത്തും നമ്മൾ നേരത്തെ കണ്ടപോലെ വി ഡി ഒപ്പം എസ് എന്ന് ഇംഗ്ലീഷിൽ വി ഡി എസ്. ഹിന്ദു പത്രം ത്തിന് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ തലക്കെട്ട് കൗതുകരമാണ്. കമാൻഡർ റീപ്ലേസസ് ക്യാപ്റ്റനെ മാറ്റി കമാൻഡർ വന്നിരിക്കുന്നു. വി ഡി സതീശൻ ഹാസ് ദ ലാസ്റ്റ് ലാഫ് ആസ് കോൺഗ്രസ് നെയിംസ് ഹിം ആസ് കേരള CM. ഫുൾ ക്യാബിനറ്റ് ബി ടേക്ക് ഓത്ത് ഓൺ May 18 എന്ന് പറയുന്നു. ഇതിനിടയിൽ ഇത് സിറാജ് വെച്ചപ്പോൾ ഞാൻ മറന്നുപോയൊരു തലക്കെട്ടുണ്ട് കേട്ടോ. തിങ്കളാഴ്ച നല്ല ദിവസം എന്നൊരു നല്ല തലക്കെട്ട് അവർ ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട്. പത്മരാജൻ്റെ സിനിമയാണല്ലോ അത്, നല്ല ഭംഗിയുള്ള തലക്കെട്ടായിരുന്നു സിറാജിൽ. അതും ഹിന്ദു വളരെ സ്ട്രൈറ്റ് ആയിട്ട് അതിൻ്റെ പതിവ് ശൈലി പോലെ തന്നെ അധികം അഡ്ജക്റ്റീവ്സിലേക്കൊന്നും പോകാതെ നേരിട്ട് കാര്യം പറഞ്ഞിരിക്കുന്നു. സതീശൻ ചോസന CM സ്വയറിംഗ് ഓൺ മൺഡേ എന്ന് വളരെ ഫ്ലാറ്റായി തന്നെ ഹിന്ദു ആ വാർത്തയെ സമീപിക്കുന്നു. സേതു. കെ. സുചന്ദ്രൻ.